അപ്പോൾ വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലിയിലേക്കാണ്. അബ്ദുൾ റഷീദ് ഉണ്ട് ദില്ലിയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ജോയിൻ ചെയ്യാൻ. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. റഷീദിന്റെ മുഖത്ത് പതിവ് ചിരിയൊന്നുമില്ല. ഇന്നലെ ഉറക്കം കെടുത്തിയെന്ന് തോന്നുന്നു തഹാവൂർ റാണ. തീർച്ചയായും ഇന്നലെ പുലർച്ചെ വരെ നമ്മുടെ ഉറക്കം കെടുത്തിയ ആയിരുന്നു. പക്ഷേ നമുക്ക് വലിയ ആശ്വാസം എന്ന് പറയുന്നത് തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മൊത്തം തേടിയിരുന്ന ഒരു പ്രതിയെ ലഭിച്ചു എന്നുള്ളതിൻ്റെ ആശ്വാസം കൂടി ഉണ്ട്. എന്തായാലും നിലവിൽ തഹാവൂർ റാണ NIAയുടെ ആസ്ഥാനത്താണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പ്രധാനമായും ഇന്ന് ദില്ലിയിലുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം വിനീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 കൂടിയാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ സുപ്രധാന പ്രതി ഇന്ത്യ തേടിയിരുന്ന മുഖ്യ ഭീകരൻ ദില്ലിയിൽ എത്തിച്ചത്. പിന്നീട് 10:30 കൂടി രാത്രി 10:30 കൂടി പട്യാല ഹൗസ് കോടതിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് പിന്നീട് NIA ആസ്ഥാനത്തേക്ക് NIAയുടെ കസ്റ്റഡിക്ക് വേണ്ടി 18 ദിവസത്തെ കസ്റ്റഡിക്ക് വേണ്ടി കോടതി ഉത്തരവിട്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ NIAയുടെ ആസ്ഥാനത്താണ് തഹാവൂർ റാണയുള്ളത്. അതീവ സുരക്ഷയിൽ തന്നെയാണ് തഹാവൂർ റാണയെ NIA ആസ്ഥാനത്ത് പാർപ്പിച്ചിരിക്കുന്നത്. 18 ദിവസത്തെ കസ്റ്റഡി ഈ കാലയളവിൽ വിശദമായ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തഹാവൂർ റാണയും അതോടൊപ്പം മറ്റു കൂട്ടാളികളും ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് NIAയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ആരംഭിക്കുക. എന്തായാലും NIAയുടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള 12 പേരടങ്ങുന്ന സംഘമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളിൽ ഏർപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും 2 IG-മാരും 2 DIG-മാരും അടങ്ങുന്ന സംഘമായിരിക്കും ഇതിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ, അതോടൊപ്പം ഫോട്ടോകൾ, ഫോൺ കോളുകൾ, ഇമെയിൽ IDകൾ, ഇമെയിൽ സന്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇയാൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തും. അത്തരത്തിൽ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ NIA വൃത്തങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വലിയൊരു ആവശ്യമായിരുന്നു ഇയാൾ വിട്ടുകിട്ടണം എന്നുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ആശ്വാസമായിക്കൊണ്ട് ഈ ഭീകരനെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യൽ തുടരുക തന്നെ ചെയ്യും. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിശദാംശങ്ങളൊക്കെ തന്നെയും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് ഇയാൾ എങ്ങനെയാണ് നേതൃത്വം നൽകിയെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ഈ ഭീകരാക്രമണമായി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇയാൾ അയച്ചിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളൊക്കെ തന്നെയും പട്യാല കോടതിയിൽ നേരത്തെ NIA ഹാജരാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടക്കും. ഇയാളിൽ നിന്ന് നേരിട്ട് തന്നെ അത് അറിയുന്നതിനാവശ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും നടക്കും. അതോടൊപ്പം ഇയാൾ കൊച്ചിയിലും എത്തിയിരുന്നു, കേരളത്തിലും കൊച്ചിയിലും എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും തേടും. മാത്രമല്ല വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇയാൾക്ക് ഈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട പണം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും NIA തേടും. പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നടക്കം ഇത്തരത്തിൽ വലിയ പണമിടപാട് ഇയാൾ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ഈ പണമിടപാട് എന്നുള്ളതും അതോടൊപ്പം ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളിലും ഏറ്റവും പ്രധാനി തഹാവൂർ റാണയായിരുന്നു. അത് ആസൂത്രണം ചെയ്തത് ഏത് വിധേനയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 18 ദിവസത്തെ കസ്റ്റഡി കാലയളവാണ് ഇപ്പോൾ പട്യാല കോടതി നൽകിയിട്ടുള്ളത്. ഈ കാലയളവിൽ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അതോടൊപ്പം കനത്ത സുരക്ഷയാണ് NIA ആസ്ഥാനത്തും അതോടൊപ്പം ദില്ലിയിലെ വിവിധ മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷ ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ വിമാനത്താവളങ്ങളിലും അതോടൊപ്പം മറ്റു ഗതാഗത സൗകര്യങ്ങളിലൊക്കെ തന്നെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതോടൊപ്പം ഇത്തരത്തിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് അടക്കമുള്ള വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാളെ ദില്ലിയിൽ എത്തിക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അതീവ രഹസ്യമായി കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയും NIA നടത്തിയത്. അതിന് പിന്നാലെ NIA വിശദമായി ചോദ്യം ചെയ്യുകയും 2 മണിക്കൂറുള്ള ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് പട്യാല
പട്യാല കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണം ഏത് വിധേനയാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്, അതോടൊപ്പം ഇതിൽ മറ്റു പങ്കാളികൾ ആരൊക്കെയാണ്, ഇന്ത്യയിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റു വിദേശ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെയും NIA ചോദിച്ച് അറിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 18 ദിവസത്തെ കസ്റ്റഡി കാലയളവാണ് പട്യാല കോടതി നൽകിയിട്ടുള്ളത്. വിനീഷ, വളരെ പ്രമാദമായ കേസാണ് മുംബൈ ഭീകരാക്രമണ കേസ് എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിൽ നിന്നൊന്നും മാഞ്ഞു പോകാത്ത ഒരു സംഭവം കൂടിയാണ്. അതിൻ്റെ മുഖ്യ സൂത്രധാരനെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുള്ളത്, റാണ തഹാവൂർ റാണ ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ പ്രധാനമായും മറ്റൊരു പ്രധാന പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അടക്കമുള്ളവരുടെ മൊഴി NIAയുടെ പക്കലുണ്ട്. ഇതടക്കമുള്ള രേഖകൾ വെച്ചിട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള ചോദ്യം ചെയ്യൽ. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ കടക്കുമോ NIA? കാരണം 20 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ആവശ്യപ്പെട്ടത്. 18 ദിവസത്തെ കസ്റ്റഡി മാത്രമേ നിലവിൽ പാട്യാല ഹൗസ് കോടതി നൽകിയിട്ടുള്ളൂ. തീർച്ചയായും വിനീഷ, അത്തരത്തിൽ തന്നെയാണ് 20 ദിവസത്തെ കസ്റ്റഡി കാലയളവാണ് NIA കോടതിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം 18 ദിവസത്തെ കാലയളവ് നൽകിക്കൊണ്ട് പട്യാല ഹൗസ് കോടതി ഉത്തരവിടുകയായിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് 20 ദിവസത്തെ കസ്റ്റഡി കാലയളവ് NIA ആവശ്യപ്പെട്ടത്. നേരത്തെ ഈ കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള രേഖകളൊക്കെ തന്നെയും അതോടൊപ്പം തെളിവുകളൊക്കെ തന്നെയും NIAക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ്. പ്രത്യേകിച്ചും US-ൽ നിന്നുള്ള വൃത്തങ്ങളൊക്കെ തന്നെയും അത് നേരിട്ട് NIAക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൾമാൻ ഹെഡ്ലിയും അതോടൊപ്പം ഈ തഹാവൂർ റാണയും തമ്മിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പട്യാല കോടതിയിൽ NIA ഹാജരാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകളും അതോടൊപ്പം ചോദ്യം ചെയ്യലുകളും നടക്കും. അതോടൊപ്പം മറ്റു ഭീകരർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെയും NIA ആരംഭിക്കും. ഈ NIAയുടെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലും അതോടൊപ്പം അറസ്റ്റിന് ശേഷമായിരിക്കും NIA റിപ്പോർട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുക. ഇതിന് ശേഷമായിരിക്കും എന്ത് നടപടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിൽ ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ NIA ഇതിൽ എടുക്കുന്ന നടപടി എന്തായിരിക്കും എന്നുള്ളതൊരു വിശദമായിട്ടുള്ള കാര്യം നമുക്ക് വ്യക്തത വരുന്നത് ഈ NIAയുടെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും. എന്തായാലും നിലവിൽ ഇയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് ഇതിനോടകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇയാളെ 18 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. യെസ്, അബ്ദുൾ റഷീദാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ പങ്കുവച്ചത്. താങ്ക് യു റഷീദ്. ഏതായാലും NIA 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തഹാവൂർ റാണയെ. നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുന്നു. അവിടെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പരസ്പരം ചർച്ചകൾക്ക് ശേഷം ചില നയതന്ത്ര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ആ നയതന്ത്ര പ്രഖ്യാപനങ്ങളിൽ ആദ്യത്തേതായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുക എന്ന വ്യവസ്ഥ. അത് പാലിക്കപ്പെടുന്നു. ഏപ്രിൽ 10 കൂടി തന്നെ ഇതിനുള്ള നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നു. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേക സംഘം, NIA ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘം അമേരിക്കയിൽ പോകുന്നു. പ്രത്യേക സുരക്ഷാ വിമാനത്തിൽ തഹാവൂർ റാണയെ ഇന്നലെ ഉച്ചയോടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ അദ്ദേഹത്തെ NIAയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. വലിയ സുരക്ഷയിൽ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഏതായാലും രാത്രി വരെ നീണ്ട ഈ നടപടിക്രമങ്ങൾക്കൊടുവിൽ ഏകദേശം പുലർച്ചെ 2:30 കൂടിയാണ് പാട്യാല ഹൗസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. 20 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് അപേക്ഷയാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. പക്ഷേ 18 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് NIAക്ക് പാട്യാല ഹൗസ് കോടതി നൽകിയിട്ടുള്ളത്. ഈ ഒരു 18 ദിവസത്തെ കാലയളവിൽ നിരവധി കാര്യങ്ങൾ NIAക്ക് ചോദ്യം അറിയേണ്ടതുണ്ട്. ഇതിനായി പ്രത്യേക 12 NIA ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘത്തെ ഇതിനോടകം തന്നെ NIA നിയോഗിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെയാണ് വിശദാംശങ്ങളായി അബ്ദുൾ റഷീദ് നമ്മളുമായി പങ്കുവച്ചത്.